ക്രിസ്തുവിൻ്റെ ജന്മ തിരുനാളിനോട് ഏറെ അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് തിരുസഭ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനഭാഗമാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ജോസഫും മറിയവും ഒരുമിച്ച് താമസമാക്കി ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. ഇതൊരിക്കലും ജോസഫിന് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. നീതിമാനാകിയാലും പരസ്യമായി മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും ജോസഫ് രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ചിന്തയിൽ മുഴുകിയിരുന്ന ജോസഫിന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അരുളപ്പാടുണ്ടായി. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. സ്വപ്നത്തിൽ നിന്നുണർന്ന് അവൻ ഭാര്യയായി മറിയത്തെ സ്വീകരിച്ചു. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതു മുതൽ നസറത്തിലെ ജോസഫ് ഒരു കാവൽക്കാരനായി തീരുകയായിരുന്നു. തൻ്റെ കുറവിലും നിറവിലും തൻ്റെ കുടുംബത്തെ സമ്പന്നമാക്കിയ തിരുക്കുടുംബത്തിൻ്റെ ശക്തനായ കാവൽക്കാരൻ നമ്മുടെ കുടുംബങ്ങൾക്കും കാവലായിരിക്കട്ടെ.